പെരുന്നാളാണ് വരാൻ പോകുന്നത്, വസ്ത്രമെടുക്കുന്ന സമയമാണ്. ടെക്സ്റ്റൈൽസിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ റോഡുകൾ മുഴുവൻ ബന്ധാണ് കോഴിക്കോട് നഗരത്തിൽ. നമ്മൾ തിരക്കൂട്ടാണ്, വസ്ത്രം എടുക്കാനുള്ള തിരക്കിലാണ്. നല്ല സമയങ്ങൾ നഗരങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നു. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളവകളാണ് സൂക്കുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ. നോക്കൂ നിങ്ങൾ, ഇമാം ഗസാലി തങ്ങൾ പറയാണ്, വലാ യുഅബ്ബിദുഹു തനഉമ വലാ യുഹബ്ബബു ഇലൈഹി സീനത വറഫാഹിയ. ബ്രാൻഡഡ് വസ്ത്ര സംസ്കാരം മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. കിഡ്സ് വസ്ത്രങ്ങൾക്കൊക്കെ വലിയ വിലയായിപ്പോ. കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാൻ ചെന്നാൽ വലിയവരുടെ വസ്ത്രത്തിന് 1500 രൂപയാണെങ്കിൽ കുട്ടിയുടെ ഒരു സ്കേർട്ടും ഉടുപ്പോ എന്തെങ്കിലും അവർക്ക് വേണ്ട പാന്റും ഷർട്ടോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതിന് 2000-2500 രൂപ വില. എന്നാ ഉമ്മാന്റെ 1000-1500 ഒക്കെ ഉണ്ടാവും. മെറ്റീരിയൽ ഇത്ര മാത്രം കുട്ടിയുടേത് ഉണ്ടാക്കാൻ വേണ്ട. അതൊരു സംസ്കാരമായി രൂപപ്പെടുകയാണ്. വില കൂടിയ വസ്ത്രമാണെങ്കിൽ അതാണ് ഏറ്റവും മുന്തിയത് എന്ന് കരുതുന്ന ആളുകൾ, ബ്രാൻഡിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ, അത് ഇന്നാലിന്ന ബ്രാൻഡാണെന്ന് വന്നാൽ അതിൽ അഭിജാത്യം പറയുന്ന സംസ്കാരം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കരുത്. ഗസാലി ഇമാം പറയാണ്, അവന് വലുതായാലും അവന്റെ ആയുസ് അതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്ന പ്രവണത വരും. അതുകൊണ്ട് വസ്ത്രം എടുക്കുന്നിടത്ത്, ചെരുപ്പെടുക്കുന്നിടത്ത്, സാധനങ്ങൾ എടുക്കുന്നിടത്ത് മിതത്വം പഠിപ്പിക്കണം, ലാളിത്യം പഠിപ്പിക്കണം, ഖനാഅത്ത് പഠിപ്പിക്കണം, ഉള്ളതിനനുസരിച്ചുള്ള ജീവിതം മക്കളെ പഠിപ്പിക്കണം. മാത്രമല്ല അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ മക്കളിൽ വളർന്നു വന്നാൽ, എനിക്കിന്നാലിന്ന ബ്രാൻഡ് തന്നെ വേണം എന്ന സംസ്കാരം വന്നാൽ അവൻ ശാശ്വതമായി പരാജയപ്പെട്ടു പോകാൻ അത് കാരണമാകുമെന്നാണ്. രണ്ടാമത് ഗസാലി ഇമാം പറയുന്നത് കാണാം, മാതാപിതാക്കൾ കുട്ടികളെ മറ്റു കുട്ടികളെ തൊട്ട് സംരക്ഷിക്കുകയും വേണം. ഏത് ഇങ്ങനെ ബ്രാൻഡ് സംസ്കാരമുള്ള ഏതിനും നല്ല വിലപിടിപ്പുള്ളവൾ മാത്രം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സൗഹൃദങ്ങളെ തൊട്ട് മക്കളെ സൂക്ഷിക്കണം. ഈ മക്കളിൽ ഈ സംസ്കാരം വരാൻ അത് കാരണമാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മക്കളിൽ ഉണ്ടാകുന്ന സംസ്കാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. വസ്ത്രം എടുത്തു കൊടുക്കുന്ന സമയത്ത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വലിയ വില കൊടുത്തിട്ട് കീറിപ്പറഞ്ഞ എന്തോ ഔറത്ത് വെളിവാകുന്ന, ഔറത്ത് മറയാത്ത വസ്ത്രങ്ങൾ. ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂല. ഈ വസ്ത്രം എന്താണ്, ഇങ്ങനെ ഇതെന്തിനാന്നുള്ളത് പോലും ഈ കുട്ടിക്കറിയൂല. പക്ഷേ ഇവര് വാങ്ങി ധരിക്കുന്നത് ആ വസ്ത്രമാണെങ്കിൽ ആ ശിക്ഷ കുറ്റ ഉപ്പാക്കും ഉമ്മാക്കോ കിട്ടുക. പക്ഷെ ആ ഒരു സംസ്കാരം നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കരുത്. ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾക്ക് വസ്ത്ര സംസ്കാരങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളല്ലേ എന്നാ പറയാം, മേക്കപ്പ് സെറ്റൊന്നും നമ്മൾ അങ്ങനെ വാങ്ങിക്കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ സംസ്കാരമല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കണമെങ്കിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുടെ കഥകളെ പറയണം. മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ തടിയുടെ വണ്ണവും വലുപ്പവും അന്യപുരുഷന്മാര് ഖബറിൽ ഇറക്കി വെക്കുമ്പോ കാണുമല്ലോ എന്ന് ആശങ്കപ്പെട്ട ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹയെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാകണം നമ്മുടെ വസ്ത്ര സംസ്കാരം. രണ്ടാമത് ഗസാലി ഇമാം പറയുന്നത് കാണാം, സുമ്മ മഹ്മാ ലഹറ മിനസ് സബിയ്യി ഖുലുഖുൻ ജമീലുൻ വഫിഅലുൻ മഹ്മൂദുൻ. ആരെങ്കിലും കുട്ടികളുടെ അടുത്ത് നിന്ന് നല്ല വല്ല കാര്യങ്ങളും കണ്ടാൽ ആ കാര്യങ്ങളുടെ മേൽ ഫയംബഗി അൻ യുക്റമ അലൈഹി വയുജാസ അലൈഹി. അവരെ നന്നായി സ്ട്രോക്ക് കൊടുക്കണം. കുട്ടികൾ എന്തോ ഒരു നല്ല കാര്യം അവൻ ചെയ്തു, പരീക്ഷയിൽ മാർക്ക് വാങ്ങൽ മാത്രമല്ല
നല്ല പ്രോത്സാഹനജനകമായ ഒരു കാര്യം ഒരു കുട്ടി ചെയ്താൽ അവനെ ബഹുമാനിക്കണം, ആദരിക്കണം, അവന് സമ്മാനം കൊടുക്കണം. മാത്രമല്ല അവനെ ജനങ്ങളുടെ മുമ്പിലിട്ടുകൊണ്ട് നല്ലത് പറയുമ്പോൾ അവനത് സന്തോഷം പകരുകയും വീണ്ടും അത് ആവർത്തിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. എന്നാൽ നല്ലതിനെതിരല്ലാത്ത എതിരായ വല്ല കാര്യങ്ങളും അവരിൽ കണ്ടാലോ, കുട്ടികളിൽ കണ്ടാലോ, അങ്ങനെ കണ്ടാൽ ഒരു വട്ടം കണ്ടാൽ അത് കണ്ടില്ല എന്ന് നടിക്കണം. ഇമാം പറയാം, ഒരു വട്ടം ഒരു കുട്ടി എന്തോ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഉമ്മയും ഉപ്പയും ചെയ്യേണ്ടത് എന്താണ്? അത് കണ്ടില്ലെന്ന് നടിക്കലാണ്, കണ്ടില്ല എന്ന് നടിക്കലാണ്. അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ആ കുട്ടിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കില്ല. ഇന്നിപ്പോ ഉമ്മാര് പറയുന്നത് എന്താ കേൾക്കാത്തത്? വെറും ഉപദേശിച്ചുകൊണ്ട് മടുപ്പുണ്ടാക്കുക. അതാണ് ഉമ്മമാരുടെ പണി. വെറുപ്പിക്കുക, ഉപദേശിച്ചുകൊണ്ട് വെറുപ്പിക്കുക. രണ്ടാം വട്ടവും ആ കുട്ടി അത് ചെയ്യുകയാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, വലാ യഹ്തിക സിത്രഹു വലാ യുകാശിഫഹു വലാ യുദ്ഹിറ ലഹു. ജനങ്ങളെ മുമ്പിലിട്ട് അവനെ അപകീർത്തിപ്പെടുത്തരുത്, ആളുകളുടെ മുമ്പിലിട്ടുകൊണ്ട് അവനെ തിരുത്താൻ ശ്രമിക്കരുത്, ആൾക്കാരെ മുമ്പിലിട്ട് അടിക്കരുത്. ഒരു കുട്ടി എന്തെങ്കിലും മോശം ചെയ്താൽ ഉമ്മ ഉപ്പമാര് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഗസാലി ഇമാം യഹ്യയിൽ പറയുന്നത്, അവനെ സ്വകാര്യമായി വിളിച്ചിട്ട് പറയണം, മോനെ നീ ആ ചെയ്യുന്നതുണ്ടല്ലോ ഉപ്പാന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇനി അങ്ങനെ നീ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നല്ലോണം നല്ല നിലക്ക് നീ ജീവിതം നയിക്കണം എന്ന് മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ചീത്ത കൂട്ടുകാരിൽ നിന്ന് മക്കളെ അകറ്റണം. മാത്രമല്ല ചെറിയ തിന്മ കണ്ടാൽ കുട്ടികളെ അപകീർത്തിപ്പെടുത്തി അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പിന്നെ ഉമ്മമാരെങ്ങനെ നിൽക്കണ്ടേന്ന് ഗസാലി ഇമാം പറയും മക്കളോട്. ഉപ്പ എപ്പോഴും ഒരു ചെറിയ ഗൗരവത്തിൽ നിൽക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഉപ്പ ഒരു ചെറിയ വല്യകുനിൽ അബു ഹാഫിളൻ ഹൈബത്തുൽ കലാം. കുട്ടികളോട് നല്ല ഗൗരവത്തിൽ അത്യാവശ്യം ഒരു ഹൈബത്തുൽ കലാമായി കുട്ടികൾക്ക് ചെറിയൊരു പേടി ഉപ്പയോട് ഉണ്ടാകണം. പേടി എന്ന് പറഞ്ഞാൽ ഭീകരജീവി ആവല്ല. ഉപ്പ ഒന്ന് ദേഷ്യപ്പെട്ടാൽ, ഒന്ന് മുഖം കറുപ്പിച്ചാൽ മക്കൾക്കത് ഒരു വേദന ഉണ്ടാക്കുന്ന. അപ്പൊ ഉമ്മ എന്ത് പറയണം? ഫലാ യുവബ്ബിഹുഹു ഇല്ലാ അഹ്യാനൻ വൽ ഉമ്മു തുഖവ്വിഫുഹു ബിൽ അബ്. ഉമ്മ പറയണം, മോനെ അങ്ങനെ ചെയ്താൽ ഞാൻ ഉപ്പാനോട് പറയൂട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മക്കൾക്കൊരു പേടിപ്പെടുത്താൻ ഒരാളുണ്ടായാൽ അതൊക്കെ തർബിയത്തിന്റെ രൂപമായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും, ഉമ്മാക്ക് അങ്ങനെ പറയാൻ കഴിയണം. ഇത് ഉമ്മമാരിന്ന് സപ്പോർട്ടാണ് കൂടുതൽ മക്കളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും. 10 മണിക്കും 11 മണിക്കും 12 മണിക്കും വീട്ടിൽ കയറി വരുന്ന മക്കളോട് എവിടെ ആയിരുന്നു എന്ന് ചോദിക്കാൻ ഉമ്മമാർക്ക് ധൈര്യം വരുന്നില്ല. രണ്ടാമത് ശ്രദ്ധിക്കണം, പകല് ഉറങ്ങുന്നതിനെ തൊട്ട് മക്കളെ തടയണം. മക്കളെ പകൽ ഉറങ്ങാൻ അനുവദിക്കരുത്, പകൽ ഉറങ്ങാൻ അനുവദിക്കാൻ പാടില്ല. കാരണം വീട്ടിൽ മക്കള് രാത്രി നേരം വൈകി വന്ന് പകല് 10-11, ഇന്നത്തെ മക്കൾ അങ്ങനെയാണ് കൂടുതൽ, ഉറങ്ങാൻ സമ്മതിക്കരുത്. അതിന്റെ പിന്നിൽ രാത്രി ഒരു പക്ഷേ അവർക്ക് ഏതെങ്കിലും വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായേക്കാം, ലഹരി ഇടപാടുകളിൽ പെട്ടേക്കാം. അങ്ങനെ പെട്ടിട്ടുണ്ട് എന്നല്ല, പെട്ടുപോയതായേക്കാം. നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രതരാകണം. അതുകൊണ്ട് പകൽ ഉറങ്ങാൻ മക്കളെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഇമാം ഗസാലി തങ്ങൾ പറയാണ്. കാരണം പകലുറക്കം മക്കളെ മടിയന്മാരാക്കി മാറ്റും. രാത്രി ഉറങ്ങാതിരിക്കാനും സമ്മതിക്കരുത്. 10 മണിയായാൽ മോനെ വീട്ടിലെത്തണം, ഉറങ്ങാൻ കിടക്കണം. ഉറക്കൊഴിച്ച് നിൽക്കുന്നതിനെ തൊട്ട് മക്കളെ തടയണം, അങ്ങനെ അനുവദിക്കരുത്. കാരണം മക്കളെ അങ്ങനെ അനുവദിച്ചാൽ ആ മക്കള് വഴിപിഴച്ചു പോകാൻ അത് കാരണമാണ്. രാത്രി ഉറങ്ങാതെ ഇങ്ങനെ വെറുതെ നിൽക്കാൻ അനുവദിക്കരുത്. ഇതൊക്കെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടതാണ്, അത് നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശരീരം തടിക്കാൻ അനുവദിക്കരുത്. ധാരാളമായി തിന്നുന്ന ഒരു സംസ്കാരം മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത്.
തിന്നെ തീറ്റിപ്പിക്കൻ. അങ്ങനെ ആകുമ്പോൾ ശരീരത്തെ ക്ഷമ പഠിപ്പിക്കാൻ വലിയ പ്രയാസകരമായിരിക്കും എന്ന് ഗസാലി ഇമാം പറയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയും, കുറച്ചൊക്കെ വിശന്നോട്ടെ, അത് കുഴപ്പമില്ല. മക്കൾക്ക് സ്വന്തത്തെ വിശപ്പിനെ പഴയ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം നല്ല ആത്മീയ ഭാവങ്ങളുള്ള ഒരുപാട് പഴയ ജനറേഷനെ കാണാനായത്? അവർക്ക് വിശപ്പിന്റെ വേദനകൾ അറിയാമായിരുന്നു, ക്ഷമിക്കാൻ അവർക്കറിയാമായിരുന്നു. ഇന്ന് ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് അന്യമായി പോയി. അതുകൊണ്ട് ക്ഷമ പഠിപ്പിക്കണം. വസ്ത്രങ്ങളിലും ഭക്ഷണങ്ങളിലുമെല്ലാം നല്ല ഖനാഅത്ത് പഠിപ്പിക്കണം. അതുപോലെ തന്നെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെ തൊട്ട് മക്കളെ തടഞ്ഞു നിർത്തണം. മരണശേഷവും നമ്മെ ഓർക്കുന്ന ഈ ലോകത്ത് നമ്മെ സന്തോഷിപ്പിക്കുന്ന, പരലോകത്ത് സന്തോഷിപ്പിക്കുന്ന നല്ല മക്കളാകണം. അതിന് ഉമ്മമാര് നന്നായാലേ കഴിയുള്ളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പറഞ്ഞു തന്ന ദുആ ആണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. പടച്ചോനെ, ഞങ്ങളെ മക്കളെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും നീ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കണം. ദുനിയാവിലും ആഖിറത്തിലും അവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം വേണം, കണ്ണിനൊരു കുളിർമ വേണം. ആഖിറത്തിൽ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ദുനിയാവിൽ ആ മക്കളെ കാണുമ്പോൾ നമുക്കൊരു റാഹത്ത് വേണം. എൻ്റെ മോൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കില്ല എങ്കിൽ മക്കൾ വഴിപിഴച്ചു പോകാൻ അത് കാരണമാണ്. അതുണ്ടാകണം. ആ കൺകുളിർമ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചോനെ, ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കണം എന്നെപ്പോഴും ദ്വാരക്കണം. അങ്ങനെ ദ്വാരക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല കൺകുളിർമയുള്ള മക്കളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നമ്മൾ നന്നായി. ഈ റമദാൻ കഴിയാൻ പോവാണ്. റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ റമദാൻ മഖ്ബൂലാണ് എന്നതിന്റെ അടയാളം എന്താണ്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മൽ അലാമത്തുൽ ഹജ്ജിൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജിന്റെ അടയാളം എന്താന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തത് അൻ യർജിഅൽ അബ്ദു സാഹിദൻ ഫിദ് ദുനിയ വറാഗിബൻ ഫിൽ ആഖിറ എന്ന. ദുനിയാവിനോടുള്ള ഒരു വിരക്തി ഉണ്ടാകണം, ആഖിറത്തിനോടുള്ള ഒരു താല്പര്യവും നമ്മളെ കൽബിലുണ്ടെങ്കിൽ ആ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അതിന്റെ അർത്ഥം. നോമ്പിന്റെ റിസൾട്ട് എങ്ങനെ അറിയാം? നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് എങ്ങനെ അറിയാം? തഖ്വ നമ്മളിൽ വർദ്ധിക്കണം. റമദാൻ മാസം കഴിഞ്ഞ് ഇനി തോന്നിയ പോലെ ആവാന്നാണെങ്കിൽ നമ്മളെ നോമ്പിന് ഫായിദല്ല എന്ന് അതിന്റെ അർത്ഥം. ആ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയതിന്റെ അടയാളങ്ങൾ പ്രകടമാവും. കബൂലാക്കിയെന്ന് ഉറപ്പ് ഖണ്ഡിതമായി നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സ്വീകാര്യമായ അമലുകളാകണമെങ്കിൽ ഇനി അവസാന സമയം വരെ, റമദാനിന്റെ അവസാനത്തെ രാത്രി ഏറ്റവും പ്രധാനമാണ്. എന്ന് 30ന്റെ രാത്രിയാണെങ്കിലും 29ന്റെ രാത്രിയാണെങ്കിലും വളരെ സവിശേഷമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ അശ്രദ്ധയോടുകൂടെ കളയുന്ന രാത്രികളിൽപ്പെട്ട രാത്രി ഇന്നത്തെ നാളത്തേക്ക് രാത്രി. നാളെ പെരുന്നാളാണെങ്കിലും സവിശേഷമായ രാത്രിയാണ്. പക്ഷെ ഈ റമദാൻ മാസം കഴിയുമ്പോൾ ഒരുപാട് തീരുമാനങ്ങളുടെ റമദാനായി. റമദാനോട് നമുക്ക് യാത്ര പറയാനായാൽ നമ്മുടെ വീടുകളിൽ, മക്കളിൽ, നമ്മളിൽ ആത്മീയമായ ഒരു മാറ്റം നമുക്ക് സാധ്യമാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു മാറ്റത്തിന്റെ തീരുമാനം എടുക്കുക. നേരത്തിന് നിസ്കരിക്കും, സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ടാകും, ഖുർആൻ എല്ലാ ദിവസവും ഓതും, സ്വതക്കകൾ ഉണ്ടാകും, നല്ല സ്വഭാവം പെരുമാറ്റങ്ങളും കൈമുതലാക്കും തുടങ്ങിയ നല്ല നല്ല തീരുമാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, തുടർന്നുള്ള കാലത്തും നല്ല മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാഹു ആ മാറ്റങ്ങൾക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ.